ഗൈസ്, മെൻ്റൽ ഹെൽത്ത് നോക്കി സോളോ വന്നതാ. പക്ഷേ ഇതിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തും നന്നായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റെസ്റ്റ് എടുത്തേ പോകാൻ പറ്റുള്ളൂ. ഉയരം കൂടും തോറും കാണാനുള്ള ഭംഗിയും കൂടും. ഇത്രയും നടന്നു വന്നു, ഇനിയുണ്ട്. എൻ്റെ ഉത്സാഹം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു വഴി തെറ്റുന്നത്. ഹട്ട ബോർഡ് കാണുന്നില്ല, അത് ഇവിടെയും കൊണ്ട് ക്ലോസ് ആണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഹട്ട ബോർഡ് കറക്റ്റായിട്ടുള്ള വഴിയിൽ വന്നില്ലെങ്കിൽ ഇതുപോലെ വഴി തെറ്റുന്നതായിരിക്കും. ഹട്ട കാണണമെന്ന് പറഞ്ഞിട്ട് ഹട്ട കാണുന്നില്ല ഗൈസ്. ഞാൻ എവിടെ പോയാലും ഇതിനൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല, ഇനി വരുത്തത്തുമില്ല. ഫൈനലി ഹട്ട. എനിക്ക് പേടിയാ. ഒരു വിതിർമ്പിച്ച വഴിയായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല. കുറേ ആൾക്കാരുണ്ട്, അതൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കണം. അങ്ങനെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിച്ചു. ഈശ്വരാ, ആളാണോ എരുമയാണോ അതൊക്കെ? കഴുതയാ ഗൈസ്, കഴുത. ഇവിടെ കഴുതകളാണ് കൂടുതലും. ഇവിടെ വരെ ഒറ്റയ്ക്ക് വന്നതല്ലേ, ഇനി കുറച്ച് ഷോ ഓഫ് ഒക്കെ ആവാം. ദാ നോക്കൂ, അവിടെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. ഈശ്വര, ഇതിലൂടെയാണ് ഞാൻ കയറിപ്പോയത്. ഇരുട്ടായത് കൊണ്ട് ഈ വഴിയൊന്നും ഞാൻ കറക്റ്റ് കണ്ടില്ല. ഇപ്പോൾ എല്ലാം കാണുന്നുണ്ട്. ഇതത്ര വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ എനിക്ക് ഇതൊരു സംഭവമാണ്. സോ ഗൈസ്, നല്ലതുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ നടക്കാൻ ഓക്കെ ആവുന്നവർ മാത്രം വന്നാൽ മതി. വണ്ടി ഉള്ളവർക്ക് ഇവിടം വരെ വണ്ടി വരും. എവിടെയായി ബോർഡ് വരുന്നവരെ ഇവിടെ. ഇനി അങ്ങോട്ടും അല്ല, ആൾക്കാരുണ്ടെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോവും, ഇല്ലെങ്കിൽ ഞാൻ നടക്കുക. ഫോൺ ചാർജും ഇല്ല. സോ യെസ് ഗൈസ്,